ബി.ജെ.പി. കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റായി പ്രഫുൽ കൃഷ്ണ ചുമതലയേറ്റു. വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. ബി.ജെ.പിക്കെതിരെ ഒരു കൂട്ടം മാധ്യമങ്ങൾ നടത്തുന്ന തെറ്റായ പ്രചാരണങ്ങളുടെ മുനയൊടിക്കുന്ന തരത്തിലാണ് ബി.ജെ.പിയുടെ സംസ്ഥാന തലത്തിൽ നടക്കുന്ന സംഘടനാ തിരഞ്ഞെടുപ്പെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. ബി.ജെ.പി. കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റ പ്രഫുൽ കൃഷ്ണയുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനാ തലത്തിൽ അധികാര വികേന്ദ്രീകരണത്തിലൂടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനും അതുവഴി ഊർജ്ജസ്വലരായ നേതൃത്വത്തെ വാർത്തെടുക്കലുമാണ് സംഘടനാ തിരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു. CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീകൾക്ക് വേണ്ടി നടത്തുന്ന വാദം പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങുമ്പോൾ ബി.ജെ.പി. പ്രവൃത്തിപഥത്തിൽ അത് കാണിച്ചു കൊടുക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം, ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ ബൂത്ത് മുതൽ ജില്ല വരെയുള്ള നമ്മുടെ പുനഃസംഘടന പൂർത്തീകരിച്ചിരിക്കുക. മാധ്യമങ്ങളൊക്കെ വലിയ ആഘോഷം. ബി.ജെ.പിയിൽ ഇപ്പോൾ എന്തോ സംഭവിക്കുന്നത്, ആ മാധ്യമങ്ങളിൽ കൊടുത്ത വാർത്തയ്ക്ക് മണിക്കൂറുകളുടെ പോലും ആയുസ്സില്ലാതെ എല്ലാം അവസാനിക്കുക. ബി.ജെ.പിയെ തകർക്കാൻ നിരന്തരമായിട്ട് കള്ളവാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങൾ അവരെന്നെ തിരുത്തി കൊടുക്കുക, അവരെന്നെ സ്വയം സമാധാനിക്കുക, സമവായം ഉണ്ടായി അല്ലെങ്കിൽ കോംപ്രമൈസായി അവർ തന്നെ എല്ലാ കഥയും തിരക്കഥയും എല്ലാം അവർ തന്നെ സ്വയം രചിക്കുന്ന സ്ഥിതിയാണ്. ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള എല്ലാ വിഭാഗങ്ങളെയും, സമസ്ത വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുനഃസംഘടന ഭാരതീയ ജനതാ പാർട്ടിയിൽ നടന്നിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയെ സ്ത്രീ വിരോധികളായിട്ടുള്ള ചിത്രീകരിക്കുന്ന പാർട്ടികളുണ്ട്. ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥിതി നമുക്കറിയാം. CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായി സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുക. CPM-ന്റെ ഏരിയ കമ്മിറ്റികളുടെ ഏരിയ സെക്രട്ടറിമാരുടെ കാര്യം എടുത്ത് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ അറിയാം എത്ര സ്ത്രീകളുണ്ട്. ആകെ കേരളത്തിൽ മുന്നാറുള്ള ഒരു വനിതയാണ് ഏരിയ സെക്രട്ടറി ആയിട്ട് വന്നത്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം പുനഃസംഘടന കഴിഞ്ഞ സമയത്ത് 32ഓളം വനിതകൾ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാരായിട്ട് ചുമതലയേറ്റു. നമ്മുടെ 280 സംഘടനാ മണ്ഡലങ്ങളാക്കിയ സമയത്ത് അന്ന് 23 മണ്ഡലം പ്രസിഡന്റുമാർ നമ്മുടെ വനിതകളായിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇത്രയേറെ വനിതകൾ മണ്ഡലം പ്രസിഡന്റുമാരായിട്ട് അന്ന് ചുമതലയേറ്റുന്നത്. ഇന്ന് അത് 32ആയിട്ട് വർദ്ധിച്ചിരിക്കുക. അന്ന് 800-ലധികം വനിതകൾ നമ്മുടെ ബൂത്ത് പ്രസിഡന്റുമാരായിട്ട് കേരളത്തിലുണ്ടായിരുന്നു. 800-ലധികം ബൂത്തുകളിൽ നമ്മുടെ വനിതാ ബൂത്ത് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. ഇപ്പോൾ 4 ജില്ലകളിൽ വനിതാ ജില്ലാ പ്രസിഡന്റുമാർ, വനിതകളിൽ നിന്ന് ജില്ലാ പ്രസിഡന്റുമാരായിട്ട് ചുമതലയെടുക്കുക. കോൺഗ്രസിന് അവകാശപ്പെടാൻ കഴിയുമോ? CPM-ന് അവകാശപ്പെടാൻ കഴിയുമോ? ഇത്രയേറെ ധീരമായിട്ടുള്ള തീരുമാനങ്ങൾ, മാറ്റത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കരുത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ദേശീയ വൈസ് പ്രസിഡന്റും ജില്ലാ വരണാധികാരിയുമായ അഡ്വക്കേറ്റ് ജയസൂര്യൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ VK സജീവൻ ആമുഖ ഭാഷണം നടത്തി. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം KP ശ്രീശൻ മാസ്റ്റർ, സംസ്ഥാന പ്രസിഡന്റ് MP രാധാകൃഷ്ണൻ, സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, കാമരാജ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് കാളിയത്ത്, ജില്ലാ പ്രസിഡന്റ് ജയേഷ് കൂട്ടാലിട, ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് കുമാർ, ജില്ലാ ഉപാധ്യക്ഷ വിജയലക്ഷ്മി ടീച്ചർ, ശ്രീധരൻ മാസ്റ്റർ, പ്രദീപൻ കൈനാട്ടി, CP കൃഷ്ണൻ മാസ്റ്റർ, പ്രഹ്ലാദൻ, പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ നന്ദിയും അറിയിച്ചു. എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടാകണോ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ ഓഫീസ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രൗഢിയുള്ള ഒരു ഓഫീസ് നമുക്ക് എത്രയും പെട്ടെന്ന് വടകരയിൽ യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, വടകരയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ജില്ലയാക്കി വടകരയെ മാറ്റണം. വടകരയുടെ നീറുന്ന പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വടകരയെ പോലെ സാധ്യതകളുള്ള ഒരു ജില്ല വരെയില്ല. ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ മുൻപന്തിയിൽ നമുക്ക് നിൽക്കാൻ സാധിക്കണം. ഈ റോഡിന്റെ പണി അത് എത്രയും പെട്ടെന്ന് ത്വരിതപ്പെടുത്താൻ നരേന്ദ്രമോദി ഗവൺമെന്റിനെയാണ് ആൾക്കാരെ കുറ്റം പറയുന്നത്.
ഇവരുടെ ഇഴഞ്ഞു പോക്ക് കാരണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് PT ഉഷ മാഡത്തിനെ കണ്ട സമയത്തും വടകരയിലെ ഈ ഇഴഞ്ഞു നീങ്ങലിനെ പറ്റി ഞങ്ങൾ സംസാരിച്ചു. 2-3 പണിക്കാർ ചേർന്നാണ് കമ്പി കെട്ടുന്നത്. ഒരു വീടിന്റെ പണി നടക്കും, ഇതിലും കൂടുതൽ പണിക്കാരുണ്ടാകും. ഈ പറയുന്ന വകാർ എന്ന് പറയുന്ന കമ്പനി എന്താണ് ചെയ്യുന്നത്? നിതിൻ ഗഡ്കരിയുടെ ഓഫീസിലേക്ക് അന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പയ്യോളി മണ്ഡലം പ്രസിഡന്റായിരുന്ന ബൈജിജിക്ക് അറിയാം. അന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നിതിൻ ഗഡ്കരി ഇതുമായി ബന്ധപ്പെട്ട സൈറ്റ് വിസിറ്റ് ചെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തു. അതിനുശേഷമാണ് ഇത്രയെങ്കിലും പണി പുരോഗമിച്ചിട്ടുള്ളത്. വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാരണവശാലും സമ്മതിക്കില്ല. കേരളത്തിലെ നമുക്ക് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വികസന കുതിപ്പിലേക്ക് പോകുമ്പോ ഈ വടകരയിലെ ഇഴഞ്ഞുപോക്ക് അത് BJP അനുവദിക്കില്ല. അത് നിതിൻ ഗഡ്കരിജിയെ മാത്രമല്ല എല്ലാ അധികാരികളെയും ഞങ്ങൾ അറിയിക്കും. അത് വകാറല്ല, ഏത് തലതൊട്ടപ്പം കമ്പനി ആയാലും ആ പറഞ്ഞ സമയത്തിനുള്ളിൽ ആ കരാർ അത് പൂർത്തീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് BJP മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്ന് ആദ്യം തന്നെ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.